ഭാഷയെ ചൊല്ലിയുള്ള വാദങ്ങളും വിവാദങ്ങളും ഇന്ത്യയിൽ പുത്തിരിയല്ല. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് ആവർത്തിച്ച് നടന്നിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾ ഹിന്ദി നിർബന്ധമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ള ആക്ഷേപം പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. ഭാഷയെ ചൊല്ലിയുള്ള പുതിയ വിവാദത്തിന് തീ കൊളുത്തിയത് കേന്ദ്രമന്ത്രി അമിത്ഷായാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വരും. തദ്ദേശ ഭാഷകളുടെ പ്രൗഢിയിൽ ഇന്ത്യ ലോകത്തെ നയിക്കും എന്ന് അമിത്ഷാ പറഞ്ഞു. മാതൃഭാഷ നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഭാഷ അമ്മയെ പോലെയാണ്, മുലപ്പാല് പോലെയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. സ്വന്തം ഭാഷയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയെ ആദരിക്കാൻ മനുഷ്യന് കഴിയും. അങ്ങനെ ചെയ്യുന്നത് സംസ്കാരമുള്ളവരുടെ ലക്ഷണവും സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ്. ഇന്ത്യ പോലെ വിസ്തൃതമായ ഒരു രാജ്യത്ത് ഒരു ഭാഷ മാത്രം സംസാരിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ടാണ് 23ഓളം ഭാഷകൾ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭാഷ വെറുമൊരു വിനിമയോപാധി മാത്രമല്ല, അത് അവൻ്റെ സ്വത്വബോധത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഭാഗം കൂടിയാണ്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ വളർച്ചയുടെ ഫലമായി ലോകം ചുരുങ്ങുകയും മനുഷ്യൻ്റെ സഞ്ചാരപാത വിശാലമാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദേശക്കാരുമായി എളുപ്പത്തിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ഇംഗ്ലീഷ് ഒരാഗോള ഭാഷയുടെ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ പക്ഷേ ഇംഗ്ലീഷല്ല. ഒന്നാം സ്ഥാനത്ത് ചൈനീസ് ഭാഷയാണ്. ചൈനയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയാണ്. ചൈനക്കാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ വസിക്കുന്നുണ്ട്. അവിടെ അവർ സംസാരിക്കുന്നതും ചൈനീസ് ഭാഷയാണ്. ഇന്ത്യക്കൊപ്പം ജനസംഖ്യയുള്ള ഒരു രാജ്യമെന്നുള്ള നിലയിലാണ് ചൈനീസ് ഭാഷ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയായി മാറിയത്. രണ്ടാം സ്ഥാനത്തുള്ളത് സ്പാനിഷ് ഭാഷയാണ്. കോളനിവൽക്കരണത്തിലൂടെ ഈ ഭാഷ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യാപിക്കുകയുണ്ടായി. സ്പെയിൻ, സൗത്ത് ആഫ്രിക്ക, ഫിലിപ്പീൻസ്, അമേരിക്ക, കരീബിയൻ ഐലൻഡുകൾ എന്നിവിടങ്ങളിൽ ധാരാളം പേര് സ്പാനിഷ് ഭാഷയാണ് സംസാരിക്കുന്നത്. ചൈനീസ് ഭാഷ സംസാരിക്കുന്നത് 100 കോടി മനുഷ്യരും സ്പാനിഷ് ഭാഷ 40 കോടി മനുഷ്യരുമാണ് സംസാരിക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ളത് 36 കോടി മനുഷ്യർ സംസാരിക്കുന്ന ഇംഗ്ലീഷാണ്. ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിലാണ് കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മറ്റ് ലോകരാജ്യങ്ങളിലുള്ള 50 കോടി മനുഷ്യർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 86 കോടി മനുഷ്യർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരാണ്. ബിസിനസ് ഭാഷ ഇംഗ്ലീഷാണ്, രാഷ്ട്രീയ ഭാഷ ഇംഗ്ലീഷാണ്, ശാസ്ത്രഭാഷ ഇംഗ്ലീഷാണ്, ഗവേഷകർ ഉപയോഗിക്കുന്നതും ഇംഗ്ലീഷ് ഭാഷയാണ്. ആ നിലയിലാണ് അതിനെ ആഗോള ഭാഷയായി കരുതുന്നത്. 5ാം സ്ഥാനത്തുള്ളത് അറബി ഭാഷയാണ്. ചൈനയേക്കാൾ ജനസംഖ്യ ഇന്ത്യയിലുണ്ടെങ്കിലും ഹിന്ദി ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയുടെ പട്ടികയിൽ വരുന്നില്ല. അതിന് പ്രധാന കാരണം ഹിന്ദി ബെൽറ്റുകളിൽ മാത്രമാണ് ഹിന്ദി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. വിശാലാർത്ഥത്തിൽ ഭാഷയെ ചൊല്ലി വിവാദമുണ്ടാക്കുന്നവർ സങ്കുചിത മനസ്കരാണ്. മറ്റു ഭാഷകളെ സഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇംഗ്ലീഷ് ഭാഷ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ലോക സാഹിത്യം പ്രാദേശിക ഭാഷകളിലേക്ക് എത്താനിടയായിട്ടുള്ളത്. വിശ്വോത്തരമായ ഒരു സാഹിത്യ സൃഷ്ടി അത് ഫ്രഞ്ച് സാഹിത്യത്തിൻ്റേതോ ജർമ്മൻ സാഹിത്യത്തിൻ്റേതോ ആകട്ടെ, മൂലഭാഷയിൽ നിന്നല്ല പ്രാദേശിക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നത്, ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഒഴിവാക്കുന്നത് ലോകത്തെ അറിയാൻ മടിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളവരാണ്.
ഏറ്റവും നല്ല ഭാഷയും പ്രധാനപ്പെട്ട ഭാഷയും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയല്ല, സ്നേഹത്തിൻ്റെ ഭാഷയാണ്.